ഹലോ ഡാഡി മോൻ. ഡാഡിൻ്റെ മോൻ ഇന്ന് എവിടെ പോവാ? മോന് ഫുൾ വൈപ്പില്ല. ഡാഡിനപ്പുറം ഷൂ ഒക്കെ കെട്ടിട്ട് ഇന്നാണ് ഡാഡിൻ്റെ ലീവില്ലേ. ഇന്ന് ലീവായിട്ട് മോന് ഡാഡി പുറത്ത് പോവാട്ടോ. പിന്നെ ഡാഡി കണ്ടിട്ട് മമ്മ വേണ്ടല്ലോ, ഡാഡിനപ്പുറം ഫ്രണ്ട് കാറിൽ ഇരുന്നുണ്ട്. അങ്ങനെയാണ് ഫ്രണ്ട്സിനെ എല്ലാവർക്കും കൂട്ടിയിട്ട് അമലെ ഹനാൻഷാൻ്റെ ലൈവ് ഷോ കാണാൻ പോകും. കുറച്ച് ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് അമല ഇവിടെ എത്തിയിട്ട് നോക്ക് ഷേസു ഡാഡിനപ്പുറം തന്നെ നടക്കും. മമ്മീനപ്പുറം വേരുമില്ല. ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുന്നേ ഷേസു ഇതാ കാറ് കളിക്കുന്നുണ്ട്. പിന്നെ ഷോ തുടങ്ങാൻ പോവുക. അതാ തുടങ്ങി കേട്ടോ. ഹോപ്പ് ഷേസു ഡാഡിനപ്പുറം ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഷേസുവിനെ അടുക്കടുക്ക് നോക്കുന്നുണ്ട്. ഷേസു ഇരിക്കുന്നുണ്ടോ ഇരിക്കുന്നില്ല. അങ്ങനെ തന്നെ ഞാൻ സെൽഫിയൊക്കെ എടുത്തിരിക്കുക. സ്വരചതിയിൽ നിന്മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റു പാടുന്നു. സിജുനെ കണ്ടിട്ട് ഒരു സമാധാനം കിട്ടിയതാ. ഡാഡിയുടെ അടുപ്പം ഇരുന്നിട്ട് കൺസേർട്ടൊക്കെ എൻജോയ് ചെയ്തിട്ട് കുറച്ച് പാട്ടുകൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഷേസു. ഇവിടെ നോക്ക് ഷേസുവിൻ്റെ കുഞ്ഞു ഫ്രണ്ട്. നിങ്ങൾ വിചാരിക്കും മലയാളം പാട്ട് മാത്രമേ ഉണ്ടാവും, ഹിന്ദി പാട്ടുണ്ട് കേട്ടോ. ഹിന്ദി പാട്ടൊക്കെ കഴിഞ്ഞിട്ട് രസമില്ലേ, അത് കഴിഞ്ഞിട്ട് ഫൈനലി ഹി ഈസ് ഹിയർ. എന്താണൊന്നും മിണ്ടാതെന്റെ കണ്ണിൽ മാറ്റത് തീർക്കണ കാറ്റിവനാണ് സയ്യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു പറഞ്ഞേ കടൽ തിര കടലിൻ്റൊരുത്തില് കരളിന്നേർത്ത കൂട്ടില് ഷെജുനെ നോക്കുമ്പോൾ ഷെജു ബോറടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഷെജുന് ബോറടിച്ചു. പിന്നെ ഷെജുനെ പാർക്ക് പോകണം പറഞ്ഞിട്ട് കരച്ചിലായിട്ട് അമല് പാർക്ക് വന്നതാ. പരിപാടി കഴിഞ്ഞിട്ട് മുന്നേ വന്ന്. പിന്നെ അല്ലേ മക്കൾ അങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ പരിപാടിയിൽ പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. പിന്നെ പാർക്കിൽ പോയി അവിടെ ഒരു സ്ഥലം നിൽക്കില്ല. അടിപൊളി ഉണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ, അടിപൊളി പാട്ടും നല്ല ഉണ്ടായിരുന്നു. പിന്നെ മക്കളെ ഇരിക്കണ്ടേ, അതായിട്ട് അമല് പാടിയൊക്കെ കഴിഞ്ഞിട്ട് മുന്നേ അമല് തിരിച്ച് വന്ന് എന്ത് ചെയ്യും.